ഫരീദാബാദിലെ തിഗാവ് സ്വദേശിയായ ദീപിക അധന എയർ ഇന്ത്യ എക്സ്പ്രസ്സിലെ പൈലറ്റായി ചുമതലയേറ്റിട്ട് അധികകാലമായിട്ടില്ല. എന്നാൽ മാർച്ച് 6 രാവിലെ 10:15 വന്ന ആ ഫോൺ കോൾ ദീപികയുടെ ജീവിതം മാറ്റിമറിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് UAE റാസൽ ഖൈമയിൽ കുടുങ്ങിക്കിടക്കുന്ന 169 ഇന്ത്യക്കാരെ രക്ഷിക്കാനുള്ള ദൗത്യം. യഥാർത്ഥത്തിൽ ദീപികയുടെ സുഹൃത്ത് പോകേണ്ടിയിരുന്ന വിമാനത്തിൽ യാത്രയ്ക്ക് 2 മണിക്കൂർ മുമ്പ് ദീപികയോട് ചുമതലയേൽക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു. അമേരിക്കയും ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം കൊടുമ്പിരി കൊള്ളുന്ന സമയം, ആകാശപാതകൾ പോലും സുരക്ഷിതമല്ലാത്ത സാഹചര്യം. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ദീപിക അമ്മ ബെബ്ലി അധനയോട് പറഞ്ഞു, അമ്മേ ബൈ ബൈ, ഞാൻ തിരിച്ചു വരുമോ എന്ന് എനിക്കറിയില്ല. ഒരു അമ്മക്കും കേൾക്കാൻ ആഗ്രഹമില്ലാത്ത വാക്കുകൾ. പക്ഷേ ദീപികയുടെ ഉള്ളിൽ അന്തരിച്ച തൻ്റെ മുത്തച്ഛൻ അമർ സിംഗ് അധനയുടെ സ്വപ്നമായിരുന്നു. തന്നെ ഒരു പൈലറ്റായി കാണണമെന്ന അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ദൗത്യം പൂർത്തിയാക്കാൻ അവൾക്ക് കരുത്തേകി. ക്യാപ്റ്റൻ ജസ്വിന്ദർ കൗറിൻ്റെ നേതൃത്വത്തിലുള്ള പൂർണ്ണമായും വനിതകൾ മാത്രമടങ്ങിയ ക്രൂ ആയിരുന്നു ആ വിമാനത്തിലുണ്ടായിരുന്നത്. യുദ്ധസമാനമായ അന്തരീക്ഷത്തിലും സാധാരണ ദിവസത്തെ പോലെ അവർ ആത്മവിശ്വാസത്തോടെ പറന്നുയർന്നു. ഉച്ചയ്ക്ക് 2 മണിയോടെ വിമാനം റാസൽ ഖൈമയിൽ ലാൻഡ് ചെയ്തു. വിമാനത്താവളം അസാധാരണമാം വിധം ശാന്തമായിരുന്നു. അപ്പോൾ 169 യാത്രക്കാരെയും കയറ്റി 3:30 വിമാനം ഡൽഹിയിലേക്ക് തിരിച്ചു പറന്നു. ഈ യാത്രക്കിടെ നെഞ്ചിടിപ്പ് കൂട്ടിയ ഒരു അനുഭവമുണ്ടായി. ആകാശത്ത് വെച്ച് എയർ ട്രാഫിക് കൺട്രോളുമായുള്ള ബന്ധം നിമിഷ നേരത്തേക്ക് വിച്ഛേദിക്കപ്പെട്ടു. വിമാനത്തിനുള്ളിൽ നേരിയ ആശങ്ക പടർന്നെങ്കിലും ദീപികയും സംഘവും പതറിയില്ല. മിനിറ്റുകൾക്കുള്ളിൽ തകരാർ പരിഹരിച്ച് ബന്ധം പുനഃസ്ഥാപിച്ചു. ഒടുവിൽ ഡൽഹിയിൽ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വിമാനം നിലം തൊട്ടപ്പോൾ യാത്രക്കാരുടെ കണ്ണുകളിൽ നന്ദിയുടെ പ്രകാശമായിരുന്നു. 2020 12ാം ക്ലാസ് പാസ്സായ ദീപിക കോവിഡ് പ്രതിസന്ധികളെയും മറികടന്നാണ് പൈലറ്റ് ലൈസൻസ് നേടിയത്. ഇന്ന് രാജ്യം അവളെയും ആ പെൺപടയെയും സല്യൂട്ട് ചെയ്യുകയാണ്. തൻ്റെ മകൾ മരണത്തെ മുഖാമുഖം കണ്ടു മടങ്ങി വന്നതിൻ്റെയും 169 കുടുംബങ്ങളിൽ പ്രകാശം നിറച്ചതിൻ്റെയും സന്തോഷത്തിലാണ് ആ അമ്മ. waytonikah.com, the exclusive Muslim matrimonial site.